ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിടെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ പോസ്റ്റായ അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസ് അതുപോലെ തന്നെ 8th പാസ് പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ട്രേഡ്സ്മാൻ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് ഓൺലൈൻ വഴിയാണ്. വിവിധ എക്സാം സെൻറ്ററിൽ വെച്ചിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് മെത്തേഡിലാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. ചോദ്യങ്ങളെല്ലാം ഒബ്ജക്റ്റീവ് ആയിട്ടാണ്, അതായത് ഒരു ചോദ്യവും 4 ഓപ്ഷൻസും, അത്തരത്തിലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ചോദ്യങ്ങളെല്ലാം ഉണ്ടാവുക. ചോദ്യങ്ങൾ എല്ലാ ലാംഗ്വേജിലും ഉണ്ടായിരിക്കുന്നതാണ്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജ് ഏതാണ് ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആകെ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 100 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാമിനേഷൻ്റെ സമയദൈർഘ്യം നോക്കുകയാണെങ്കിൽ ആകെ 1 മണിക്കൂറാണ്, അതായത് 60 മിനിറ്റാണ് എക്സാമിനേഷൻ്റെ സമയദൈർഘ്യം. ഓരോ ശരിയുത്തരത്തിനും നിങ്ങൾക്ക് 2 മാർക്ക് വീതം ലഭിക്കുന്നതാണ്. തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ആൻസർ ചെയ്യാത്ത ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്നതല്ല. അടുത്ത ഈ എക്സാമിനേഷന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് നോക്കുകയാണെങ്കിൽ ആകെ 4 സബ്ജക്റ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ജനറൽ നോളജ്, രണ്ടാമതായിട്ട് ജനറൽ സയൻസ്, മാത്സ്, ലോജിക്കൽ റീസണിങ് തുടങ്ങിയ 4 ടോപ്പിക്കിൽ നിന്നാണ് എക്സാമിനേഷന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ജനറൽ നോളജിൽ നിന്നും ആകെ 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 30 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജനറൽ സയൻസിൽ നിന്നും 15 ചോദ്യങ്ങളാണ്. മാക്സിമം നിങ്ങൾക്ക് 30 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്സിൽ നിന്നും ആകെ 15 ചോദ്യങ്ങളാണ്. മാക്സിമം നിങ്ങൾക്ക് 30 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോജിക്കൽ റീസണിൽ നിന്നും ആകെ 5 ചോദ്യങ്ങളാണ്. മാക്സിമം നിങ്ങൾക്ക് 10 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ സബ്ജക്റ്റ് വൈസ് ചോദ്യങ്ങളുടെ രീതി. ഇനി അടുത്ത സിലബസ് നോക്കുകയാണെങ്കിൽ അതിനുമുമ്പായിട്ട് ഒരുപാട് പേർ ഈ ഒരു എക്സാമിനേഷൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യം ജനറൽ നോളജ് നോക്കാം. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. കൂടാതെ അബ്രിവിയേഷൻസ്, സ്പോർട്സ്, അവാർഡ് ആൻഡ് പ്രൈസസ്, ടെർമിനോളജി, ഇന്ത്യൻ ആർമഡ് ഫോഴ്സ്, കോണ്ടിനെൻറ്റ്സ് ആൻഡ് സബ് കോണ്ടിനെൻറ്റ്സ്, ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, നോളജ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ് ലെവൽ, കറണ്ട് ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഇവൻറ്റ്സ്, പ്രൊമിനൻറ്റ് പേഴ്സണാലിറ്റീസ് തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു സെക്ഷനിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത ജനറൽ സയൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ലിവിങ് തിങ്സ് അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. കൂടാതെ പ്രോട്ടോപ്ലാസം ആൻഡ് ടിഷ്യൂ, ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, എലമെൻ്ററി നോളജ് ഓഫ് ഹ്യൂമൻ ബോഡി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻസ്, കോമൺ എപ്പിഡമിക്സ് ആൻഡ് ദെയർ കാസ് ആൻഡ് പ്രിവെൻഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റംസ്, ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, ഓൾജിബ്ര, ജിയോമെട്രി, മെൻസ്ട്രേഷൻ, ട്രിഗ്നോമെട്രി തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് മാത്സിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത ലോജിക്കൽ റീസണിൽ നോക്കുകയാണെങ്കിൽ 16 വയസ്സിനും അതുപോലെ തന്നെ 20 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികളുടെ ലോജിക്കൽ എബിലിറ്റി ചെക്ക് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. ആകെ 5 ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 10 മാർക്ക് വരെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ സെക്ഷനാണ് ലോജിക്കൽ റീസണിങ്. ഈ ഒരു എക്സാമിനേഷൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഏത് ലെവലിലാണ് ഉണ്ടാവുക നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷന് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിൽ എക്സാമിനേഷന് തയ്യാറെടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട് ഏകദേശം ഐഡിയ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.